ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എവിടെ കാണുന്നില്ല? ഞാൻ 2-3 ദിവസമായി വന്നിട്ട് ആരോ ഒരു വിവരം ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് വിഷമമുണ്ട് ഇന്നൊരു വീഡിയോ ഇടുന്നതിൽ. എന്താ വെച്ചാൽ നമ്മളെ കുറച്ച് പേരെങ്കിലും നമ്മളെ ആഗ്രഹിച്ച പോലെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെ കാണാതെ അപ്പോൾ സത്യം പറയണമെങ്കിൽ കുറച്ച് വിഷമമായി. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്ന് ചെറിയൊരു വീഡിയോ എന്തായാലും ഇടണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നേരെല്ലായിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇന്ന് മഴയ്ക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് തുറന്നു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ 1 മാസം വരെ നമ്മൾ കൂട്ടിൽ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ അകത്തുനിന്ന് നമ്മൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞ് നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുവരെ ഇവരെ പുറത്തൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അറിയാലോ, നല്ല മഴയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ. മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് പുറത്തേക്കൊന്ന് തുറന്നു വിടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ. പിന്നെ നമുക്ക് പുറത്തേക്ക് വലിയ കൂടും സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ടത്. അപ്പൊ ഇന്ന് കുറച്ച് മഴയൊക്കെ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. അപ്പൊ വിചാരിച്ചു ഇന്ന് കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് കോഴിനെ പുറത്തേക്ക് അയച്ചു വിടാനും. പിന്നെ അതുമല്ല, ഇന്ന് സ്കൂളൊക്കെ ലീവല്ലേ, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് സൺഡേ ആട്ടോ. അപ്പൊ ഇന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീഡിയോ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. അപ്പൊ നമ്മൾ അപ്പൊ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ നേരല്ലാഞ്ഞിട്ടാട്ടോ. അപ്പൊ ഇതാക്കുന്ന ഇന്ന് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന എല്ലാം തന്നെ ഉണ്ട്. 13 കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത്. അപ്പൊ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും എന്താ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും ദിവസം അവർ കൂട്ടി തന്നെയല്ലേ. അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കരമായിരുന്നു. പിന്നെ പുറത്തേക്കൊക്കെ അയച്ചു വിടാൻ സൗകര്യം ഉള്ളവരാണെങ്കിൽ അങ്ങനെയായിരിക്കും നന്നാവുക. എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക, ഇവർക്ക് നല്ല ഉഷാറും അതേപോലെ പെട്ടെന്ന് വലിപ്പം വെക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവർക്ക് 1 മാസമായി. അപ്പൊ നമ്മൾ 1 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ തള്ളക്കോയിന്റെ അടുത്ത് നിന്ന് നമ്മൾ മാറ്റി ഇടാറുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല മഴയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വിചാരിച്ച് തള്ളക്കോയിന്റെ ഒപ്പം തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ 1 മാസം കൂടി തള്ളക്കോയിന്റെ ഒപ്പം തന്നെ ഇടാന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലിപ്പമൊക്കെ വെക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ നല്ല മഴയല്ലേ, ഇവർക്ക് കറക്റ്റ് ആ ഒരു ചൂട് കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ചു നേരമൊക്കെ ആകുമ്പോൾ പുറത്തേക്കൊക്കെ അയച്ചു വിടുകയാണെങ്കിൽ തള്ളക്കോയിന്റെ ഒപ്പരൊക്കെ ഇറക്കി വിട്ടാൽ നമുക്ക് പെട്ടെന്നൊന്നും കണ്ണ് തെറ്റിയില്ലെങ്കിൽ എന്താ പറയുക, തള്ളക്കോയി വിളിച്ചു കൂട്ടി അങ്ങനെ അവരെ കൊണ്ടെടുക്കല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഇന്ന് നല്ല ചോർച്ചയ്ക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാക്കുന്ന ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം നമ്മൾ ഇവരെ കൂടെ ഇങ്ങനെ നിന്നാൽ കുറച്ച് നേരം ഇവർക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ തുറന്നു വിട്ടിട്ട്. അപ്പം എൻ്റെ പണിയും നടക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ തള്ളക്കോയി ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ തന്നെ അവർ സിഗ്നൽ തരുമല്ലോ, എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ഇവരെ കുറച്ച് സമയം ഇവരെപ്പുറം നടക്കാൻ തന്നെ നമുക്ക് ആളെ വേണം. ഇടയ്ക്കിടയ്ക്ക് നല്ല ഊന്തോറ്റീൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, ശല്യമുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസേ ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് വലയിടണം എന്നുള്ള. അപ്പൊ ഞങ്ങൾ വലയിടുന്ന ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലയിടുന്നതൊക്കെ പിന്നെ അവിടെ സ്റ്റോപ്പായി. അപ്പൊ അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും പറയാം കേട്ടോ. വലയിടുന്നതിന്റെ ഒരു വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ ഇട്ട് വെച്ചു. പിന്നെ 3.5 മീറ്റർ അങ്ങനെയായിരുന്നു നമ്മൾ വല ഉണ്ടായിരുന്നു പറഞ്ഞത്. പിന്നെ ആകെ അവിടെ ഇവിടെ എത്താത്ത ഒരു കോലത്തിലായി പോയിട്ടോ. അപ്പൊ എന്തായാലും അതിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ വലയിടാണ് സുഖമായിരുന്നു. നമുക്ക് വലേന്റെ ഉള്ളിൽ നമുക്ക് ഇവരെ അയച്ചു വിട്ടാൽ എവിടെയും പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആകെ കൂട് നമുക്ക് സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടും കാര്യങ്ങളും അല്ലെ സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയമല്ല. നമുക്ക് കോഴിക്കൂട് കുറച്ച് വലയൊക്കെ എടുത്തുങ്ങാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ഒരുപാട് സംവിധാനമൊന്നും ഇല്ല ഇവിടെ, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പകുതി കാണാൻ പറ്റും. നമ്മൾ കുറച്ച് വല ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫുൾ ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ പകുതി ആക്കി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ വലയ്ക്ക് ചെറിയൊരു വലിപ്പക്കുറവും വീതി കുറവും അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ വലയിടാനൊന്നും ആയോല്ല. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇതേപോലെ വലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യത്തിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വലൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പോകാമല്ലോ.
അപ്പൊ ഇതിനുള്ള അതൊന്നുമില്ല. അപ്പൊ ഒക്കെ അതാ പണി ഇതാക്കുന്ന പകുതിക്ക് നിൽക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്തായാലും നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ അടവെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, ഇപ്പൊ അടുത്ത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും വിരിഞ്ഞിറങ്ങാനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദാ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചു. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കാൻ നല്ല ഉഷാറായിട്ടുണ്ട്. 13 കോഴിക്കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും കഴിയുന്നത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസ് ഇടാൻ തന്നെ ഒരു താല്പര്യം ഇല്ലായ്മയാണ്, നിങ്ങളെ സപ്പോർട്ട് കുറവായതുകൊണ്ട് തന്നെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കാനൊന്നും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.